മലയാളികളുടെ അഭിമാനവും അഹങ്കാരവുമാണ് ശ്രീ മോഹൻലാൽ. അതുല്യ പ്രതിഭ എന്ന് തന്നെ പറയണം. അദ്ദേഹം ഈ അഭിനയ കളരിയിലൊന്നും പോയി പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇവിടെ പലരും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും അത് ഇതിലും ഒക്കെ പോയി പഠിച്ചിട്ട് അവിടുന്ന് ചിലവർ സംവിധാനം പഠിക്കും, ചിലർ അഭിനയം പഠിക്കും, ഇതുപോലൊക്കെ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പഠിത്തം ഒന്നുമില്ലാത്ത ഒരാൾ കേട്ടോ. അദ്ദേഹം സിനിമാ ഫീൽഡിലേക്ക് യാദൃച്ഛികമായിട്ട് കടന്നു വരികയാണ്. വന്നു കഴിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ആ കൊടുമുടി കീഴടക്കിയതുപോലാണ്. അന്യഭാഷ മലയാളത്തിൽ മാത്രമല്ല, അന്യഭാഷാ ചിത്രങ്ങളിൽ ഒരുപാട് തമിഴിൽ, തെലുങ്കിൽ, ഹിന്ദിയിൽ ഒക്കെ ഒരു നിറസാന്നിധ്യമാണ് അദ്ദേഹം. ഒരുപാട് സിനിമകൾ അങ്ങനെ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുല്യ പ്രതിഭ എന്ന് ഞാൻ പറയാൻ കാരണം അനായാസം, അതായത് ഈ മോഹൻലാലിന് യാന്ത്രികത്വമൊന്നും മോഹൻലാലിൻ്റെ അഭിനയത്തിൽ ഒരിക്കലും കാണാൻ ഒക്കത്തില്ല. കാരണം അനായാസമായിട്ട് അഭിനയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനുള്ള അദ്ദേഹത്തിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ. മോഹൻലാലിൻ്റെ സിനിമകൾ എന്നൊക്കെ പറയുന്നത് എനിക്ക് എല്ലാം പ്രിയപ്പെട്ടതാണ്. അതിൽ ഒരു സിനിമ പോലും ഞാൻ കാണാതിരുന്നിട്ടുമില്ല. ഏതാണ്ട് ഇപ്പം മോഹൻലാലിൻ്റെ പണ്ടൊരു നല്ലൊരു ജോഡി ഉണ്ടായിരുന്നു കേട്ടോ, മോഹൻലാലും ജഗതി ശ്രീകുമാറും. മോഹൻലാലും ജഗതി ശ്രീകുമാറും കൂടെ അഭിനയിച്ചേക്കുന്ന മുഹൂർത്തങ്ങളെന്ന് പറയുന്നത് വളരെ വളരെ വലിയ വലിയ അഭിനയ മുഹൂർത്തങ്ങളാണ്. ഹലോ എന്ന് പറയുന്ന ഒരു സിനിമ ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു 200 പ്രാവശ്യമെങ്കിലും കണ്ടു കാണും കേട്ടോ. എനിക്കത് ഇടയ്ക്കിടയ്ക്ക് കണ്ടില്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം അതിലെ ആ തമാശകൾ, അത്ര സ്വാഭാവികമായിട്ടുള്ള അഭിനയം, ഇതൊക്കെ ഒന്ന് കാണേണ്ടതാണ് ജഗതിയുടെയും അതുപോലെ മോഹൻലാലിൻ്റെയും. അപ്പോൾ ഇവിടെ അതിനകത്ത് ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് എന്തെന്നറിയോ, ഇവർ രണ്ടുപേരും കൂടെ പലതും സ്ക്രിപ്റ്റൊന്നും ഇല്ല, ആ സ്ക്രിപ്റ്റിലൊന്നും ഉള്ളതൊന്നും അല്ല, ഇവർ രണ്ടുപേരും കൂടെ അഭിനയിച്ചങ്ങ് തകർക്കുകയാണ്. അതിനകത്ത് ഉണ്ടാവും മോഹൻലാലും അതുപോലെ തന്നെ ജഗതി ശ്രീകുമാറും അഭിനയിച്ച് തകർക്കുകയാണ്. അവരെ സ്വന്തമായിട്ട് കൈ നിന്നിട്ടാണ് അതിൽ പലതും പറയുന്നതും ഒക്കെ. അവർക്കങ്ങ് വിട്ടുകൊടുത്തു ആ വേദി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ ചെയ്യുന്ന നടീനടന്മാരെന്ന് പറയുന്നത് വളരെ കുറവാണ് കേട്ടോ. അങ്ങനെ ചെയ്യുമായിരുന്നത് ഇന്നസെൻ്റ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ യശശ്ശേരിയനായ ഇന്നസെൻ്റ് ഞാനുമായിട്ട് വളരെ സൗഹൃദ ബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം ചെയ്യുന്ന പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കൂടെ അഭിനയിക്കുന്നവർ ഞെട്ടിപ്പോകും. കാര്യം ഇതിലൊന്നുമില്ല, സ്ക്രിപ്റ്റിലില്ലാത്ത കാര്യങ്ങൾ ചിലപ്പം വിളിച്ചങ്ങ് പറയും. അത് അത്ര കുറുക്കി കൊള്ളുന്ന കാര്യങ്ങളായിരിക്കും. ജഗതി ശ്രീകുമാർ അതുപോലെയാണ്. അദ്ദേഹം കയ്യിൽ നിന്നിട്ടായിരിക്കും കൂടുതൽ, സ്ക്രിപ്റ്റൊന്നും ഉള്ളതൊന്നും അല്ല. മനുഷ്യർ ചിരിക്കും, ആളുകൾ ചിരിക്കും. അത് ഇന്നസെൻറ്റിൻ്റെ ആയാലും ജഗതിയുടെ ആയാലും ഈ രീതിയിലുള്ള സ്വന്തം കൈക്കറികൾ ഇതിനകത്ത് ഒരുപാടുണ്ട് കേട്ടോ. അങ്ങനെ വരുന്ന കുറച്ച് നടന്മാരേ ഉള്ളൂ. നമ്മുടെ ഏറ്റവും വലിയൊരു നഷ്ടമാണ് ജഗതി ശ്രീകുമാറിനുണ്ടായ അപകടവും അദ്ദേഹത്തിന് സംസാരശേഷി നഷ്ടപ്പെട്ടതും. വളരെ വലിയൊരു, അതായത് മലയാളികൾക്കല്ല നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്കുണ്ടായ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നാണ് അത് എന്ന് തീർത്ത് പറയണം. ഈ മോഹൻലാലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ ആ പ്രതിഭയെന്ന് പറയുന്നത് എന്തെന്നറിയോ, നമുക്ക് അത് തിരിച്ചറിയണമെങ്കിൽ മോഹൻലാൽ ചെയ്തേക്കുന്ന ഓരോരോ കഥാപാത്രങ്ങൾ നോക്കണം. ഭരതനാട്യം മോഹൻലാൽ പഠിച്ചിട്ടില്ല, പക്ഷേ നല്ല അന്തസ്സായിട്ട് അത് കളിച്ചു കാണിക്കുന്നല്ലോ. ഇതൊക്കെ എളുപ്പമുള്ള കാര്യമാണോ? അദ്ദേഹം കഥകളി പഠിച്ചിട്ടില്ല, പക്ഷേ ആ കഥകളിയിൽ ആ മുദ്രകളൊക്കെ എന്ത് കറക്റ്റായിട്ടാണ് അദ്ദേഹം കാണിക്കുന്നത്. ഓരോരോ ഭാവങ്ങൾ, അതൊക്കെ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരിക്കലും ഒരു യാന്ത്രികത്വം ഇല്ലാതെ തന്നെ അദ്ദേഹം അഭിനയിച്ച് കാണിക്കുകയാണ്. ഇനി എന്തോ ഇത് മലയാള സിനിമയിൽ എനിക്കൊന്ന് അടൂർ ഗോപാലകൃഷ്ണന് മാത്രമാണ് യഥാർത്ഥത്തിൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അത് ഒരുപാട് വർഷം മുമ്പാണ്. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് 2004 മറ്റോ ആണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് മലയാളത്തിലേക്ക് ഈ അത്യുന്നത പദവി സിനിമയിൽ, നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ അത്യുന്നത പദവി കൊണ്ടുവന്നേക്കുന്നത് മോഹൻലാലാണ്. യഥാർത്ഥത്തിൽ ഈ മോഹൻലാലും മമ്മൂട്ടിയും എന്ന് പറയുന്ന ഇവരുടെ യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലും എന്ന് പറഞ്ഞത് മലയാള സിനിമയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിഭവമായിട്ട് മാറിയിട്ടില്ലേ? നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ. ഇവരുടെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ കയറും തിയേറ്ററിൽ, അതാണ് കാര്യം. അതിൻ്റെ ക്വാളിറ്റി എന്തോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യം. ആൾ കയറി കാണും. മമ്മൂട്ടി ഇപ്പോൾ ഏതായാലും ബഹുമാനപ്പെട്ട നമ്മുടെ മമ്മൂട്ടിക്കും കൂടെ ഈ അവാർഡ് കിട്ടേണ്ടത് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വലിയ അഭിനയ പ്രതിഭ തന്നെയാണ് മമ്മൂട്ടി.
മമ്മൂട്ടിയുടെ ആകാര സൗന്ദര്യം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദ ഗാംഭീര്യം, ഇത് അഭിനയശേഷി, ഇതെല്ലാം കണ്ട് യഥാർത്ഥത്തിൽ മമ്മൂട്ടിക്കും ഇതേ അവാർഡ് കൊടുക്കേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ മോഹൻലാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോഹൻലാൽ നടൻ, ഒരു അതുല്യ നടൻ എന്ന് തന്നെ പറയാം നമുക്ക്. കാരണം മോഹൻലാൽ അഭിനയിച്ച കഥാപാത്രങ്ങൾ മോഹൻലാലിനെ പറ്റുള്ളൂ, അല്ലാതെ വേറെ ആർക്കും അത് ചെയ്യാൻ ഒക്കത്തില്ല. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെയാണ്. മമ്മൂട്ടി അഭിനയിച്ചേക്കുന്ന കഥാപാത്രങ്ങൾ മമ്മൂട്ടിക്കേ ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിൽ ഫലിപ്പിക്കാൻ വേറെ ആർക്കും പറ്റുന്നതല്ല. മോഹൻലാലാണെങ്കിൽ നടൻ, അതുല്യ നടൻ ഒന്ന്, പിന്നെ അദ്ദേഹം സംവിധായകൻ, അതുപോലെ തന്നെ ഇത് രണ്ടും മാത്രമല്ല ഗായകൻ. അദ്ദേഹം ത്തിൻ്റെ പാട്ടുകളൊക്കെ തന്നെ ഉണ്ടല്ലോ, സിനിമയിൽ എത്ര സിനിമകളിൽ പാടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ആ ഒരു ഗായകൻ എന്നുള്ള നിലയ്ക്ക് പേരെടുത്തിട്ടുണ്ട്. ഈ രീതിയിലെല്ലാം ഉള്ള എല്ലാ മേഖലകളിലും അദ്ദേഹം കൈവച്ചിട്ടുണ്ട്. അതാണ് കാര്യം. സംവിധാനം ആ രംഗത്തേക്കും കടന്നു വന്നു. പിന്നെ ഇത്രത്തോളം സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അദ്ദേഹത്തിനൊന്നും ഒരു ഡേറ്റ് പോലും കാണത്തില്ല. ആ രീതിയിലാണ് അദ്ദേഹം ഈ സിനിമകളിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. ഈ അവാർഡുണ്ടല്ലോ, മോഹൻലാലിന് കിട്ടിയേക്കുന്ന ഈ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്നത് എല്ലാ മലയാളികൾക്കും കിട്ടിയതായിട്ട് നമ്മൾ കണക്കാക്കണം. കാരണം മലയാളികളുടെ, ഞാൻ പറഞ്ഞതുപോലെ, ഒരഭിമാനവും കേട്ടോ അഹങ്കാരവും, സ്വകാര്യ അഹങ്കാരവുമാണ് ഈ മോഹൻലാൽ എന്ന് പറയുന്ന അതുല്യ പ്രതിഭ. അദ്ദേഹത്തിന് 65 വയസ്സ് എന്തോ ആയിട്ടുണ്ട്. ഇനിയും എത്രയോ കാലം അദ്ദേഹത്തിന് പ്രായമൊന്നും കണ്ടാൽ പറയത്തില്ല, അതുപോലെ ആ രീതിയിലാണ്. ഇനിയും അദ്ദേഹത്തിന് ഇത്രയോ കാലം അഭിനയ ചക്രവർത്തിയായിട്ട് തുടരാം. അങ്ങനെ തുടരാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ. അദ്ദേഹത്തിൻ്റെ ഈ അവാർഡ് ലബ്ധിയിൽ കേട്ടോ, ചൊവ്വാഴ്ച ഈ അവാർഡ് അദ്ദേഹം വാങ്ങും. ഡൽഹിയിൽ വെച്ച് അദ്ദേഹത്തിന് അവാർഡ് കിട്ടുകയാണ്. ഈ അവാർഡ് ലബ്ധിയിൽ വളരെ അതിയായ സന്തോഷം എനിക്കുള്ളതോടൊപ്പം എല്ലാവിധ ആശംസകളും ശ്രീ മോഹൻലാലിന് നേരുന്നു.